അങ്ങനെ ഒറ്റയ്ക്ക് ഇങ്ങനെ വെല്ലുവിളിച്ചിട്ടും തോണ്ടിക്കളിച്ചിട്ടൊന്നും ആർക്കും ഒന്നും ചെയ്യാൻ കഴിയുന്ന അവർക്കൊന്നും വഴങ്ങുന്ന ഒരു പാർട്ടിയല്ല. ഒരു ശക്തമായ ലീഡർഷിപ്പാണ് ഞങ്ങളുടേത്. അത് നിങ്ങൾ മനസ്സിലാക്കുക. ഇത്രയും വലിയ തരംഗവും കൊണ്ടും വന്നിട്ട് പോലും ഞങ്ങളുടെ ഒരു നിലവാരം കണ്ടല്ലോ. നിങ്ങളുടെ കയ്യിലുണ്ടായിരുന്ന സിറ്റിംഗ് സീറ്റുകൾ 4 പോയി. ജില്ലകളിലെ നിങ്ങളുടെ സ്വാധീനം കുറഞ്ഞു. മലപ്പുറം പോലെയുള്ള നിങ്ങളുടെ ശക്തി കേന്ദ്രത്തിൽ നിങ്ങൾക്ക് 6% വോട്ട് കുറഞ്ഞു. നിങ്ങളുടെ എല്ലാ പ്രധാനപ്പെട്ട മണ്ഡലങ്ങളിലും വോട്ട് കുറഞ്ഞു. വേങ്ങരയിൽ വോട്ട് കുറഞ്ഞ എത്ര ശതമാനം കുറഞ്ഞു? 7% കൂടുതൽ കുറഞ്ഞു. 10%, 10.39% വേങ്ങരയിൽ കുറഞ്ഞ വോട്ട്. കൊണ്ടോട്ടിയിൽ കുറഞ്ഞത് എത്രയാണ്? 6%. മഞ്ചേരിയിൽ കുറഞ്ഞത് 7%. മലപ്പുറത്ത് കുറഞ്ഞ 6%. തിരൂരങ്ങാടിയിൽ കുറഞ്ഞ 8%. കയ്യിലുണ്ടായിരുന്ന 4 സീറ്റും പോയി. നിങ്ങൾ എന്ത് നേടിയെന്ന്? നിങ്ങൾക്ക് തിരിച്ചടിയാണ് നേരിട്ടുള്ളത്. നിങ്ങളെ ശരിയാണ്, അമ്പേ തോറ്റുപോയില്ല. കുറെ പേരൊക്കെ ജയിച്ചു വന്നത് ശരിയാണ്. അതിൽ ജയിച്ച ആളുകളുടെ ഭൂരിപക്ഷം എത്രയാണെന്ന് നമുക്കറിയാം. എത്ര പ്രയാസപ്പെട്ടു. പുതിയ ആളുകൾ, പുതിയ വോട്ടർമാർ മുസ്ലിം ലീഗിന് വോട്ട് ചെയ്യണോ വേണ്ടയോ എന്ന് ആലോചിക്കുന്നവരായി മാറിക്കഴിഞ്ഞു, ചെയ്യാത്തവരായി മാറിക്കഴിഞ്ഞു. അതുകൊണ്ടല്ലേ ഈ പറയുന്ന പ്രധാനപ്പെട്ട വെള്ളം കയറാത്ത അറകളിലൊക്കെ ഇത്രയും വോട്ട് കുറയുന്നത്. അപ്പൊ നിങ്ങളെന്തോ മഹാകാര്യം നേടി ഈ ലീഡർഷിപ്പിന് കീഴിലെന്ന് പറയല്ലേ. ഈ ലീഡർഷിപ്പ് തുടരണമെന്ന് ചോദിച്ചാൽ ഈ പെർഫോമൻസ് റിപ്പോർട്ട് എടുത്തു വെച്ചാൽ ഈ ലീഡർഷിപ്പിന് തുടരാൻ കഴിയില്ല. അതാണ് ചോദ്യം. അതാണ് അണികൾ ചോദിക്കുന്ന ചോദ്യം. ഇന്നലെയുടെ രണഭൂമിയിൽ പോരാടിയ സാഹിബ്